നിലമ്പൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വിജയം. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷൗക്കത്ത് വിജയിച്ചത്. SDPI ഉൾപ്പെടെ വർഗീയ ശക്തികളുടെ പിൻബലത്തിലായിരുന്നു യു.ഡി.എഫിന്റെ വിജയം. മണ്ഡലത്തിലെ BJP വോട്ടുകളിലും വൻ ചോർച്ചയുണ്ടായി. KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, LDFിന്റെ അടിത്തറ ഭദ്രമാണ്. സർക്കാരിനെതിരായ ഒരു വലിയ ജനവികാരം അവിടെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടോ? പിന്നെ ഏത് രീതിയിലാണ് ഈ ഒരു 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു വന്നത്? ഷമ്മി, ഇത് പരമ്പരാഗതമായി UDF മണ്ഡലമാണ്. UDFന് 3.5 പതിറ്റാണ്ട് കാലം ആര്യാടൻ ഷൗക്കത്ത് പ്രതിനിധീകരിച്ചു വന്ന മണ്ഡലമാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം 47% വോട്ട് ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിലുണ്ട്. അത് ഇത്തവണയും കൃത്യമായി പോൾ ചെയ്യിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്, അത് നേടാനായിട്ടുണ്ട്. അതേസമയം UDF ആകട്ടെ PV അൻവറിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടും വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തുടി നേടിയത് 2075 വോട്ടാണ്. ഏതാണ്ട് 4000-ൽ പരം 4500-ൽ പരം വോട്ട് ഈ മണ്ഡലത്തിൽ പതിവായി SDPI സ്ഥാനാർത്ഥി നേടി വരുന്നതാണ്. അത് പകുതിയായി കുറഞ്ഞിരിക്കുന്നു. 16,000 വരെ കെ സുരേന്ദ്രൻ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ 16,000 വരെ വോട്ട് BJP ഈ മണ്ഡലത്തിൽ നിന്ന് നേരത്തെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ 8,648 വോട്ടുകളായി കുറഞ്ഞിരിക്കുന്നു. ഇത്തരം കക്ഷികളുടെ എല്ലാം വോട്ടുകൾ UDFിലേക്ക് എത്തിയതാണ് ഇത്തരം ഒരു 10,000 വോട്ടിൻ്റെ മാർജിനിലേക്കൊക്കെ UDFിനെ എത്തിക്കാൻ സാധിച്ചത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ പോലും, പഞ്ചായത്തുകളിൽ പോലും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭ 600-ൽ പരം വോട്ടിന് 3,967 വോട്ടിന് നഗരസഭയിൽ UDF ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നഗരസഭ LDF ഭരിക്കുന്ന നഗരസഭയാണ്. ഇവിടെ ഏതാണ്ട് 3,000-ഓളം വോട്ട് LDF തന്നെ ലീഡ് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലമാണ്. ഇങ്ങനെ നഗരമേഖലകളിലൊക്കെ LDFന് വോട്ട് ലഭിക്കാതെ പോയിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ചയ്ക്ക് കാരണം SDPI ഒക്കെ പോലുള്ള സംഘടനകളൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായി പൂർണ്ണമായി ഒരേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം PV അൻവറിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായ വിഷയങ്ങൾ, പ്രചാരണ വിഷയങ്ങൾ, അതെല്ലാം തീർത്തും വലിയ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് വേണം നിലവിലെ ഈ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഷമ്മി.